ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തിരിക്കുന്നു. 89-ാം വയസ്സിലാണ് 266-ാമത് മാർപ്പാപ്പയായ അദ്ദേഹം കാലം ചെയ്തത്. അദ്ദേഹം നിരവധി നാളായി, ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ചികിത്സയിൽ കഴിയുമ്പോഴും അദ്ദേഹം പാവങ്ങളുടെയും അശരണരുടെയും ഒക്കെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അക്കാര്യത്തിലൊക്കെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും അവസാന കാലയളവിൽ പോലും അദ്ദേഹം കൃത്യമായി അദ്ദേഹം സഭാപ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിരുന്നു. ജയിലിൽ തടവിൽ കഴിയുന്നവരെ നേരിൽ സന്ദർശിച്ചായിരുന്നു അദ്ദേഹം തൻ്റെ ഈസ്റ്റർ ദിന പരിപാടികളിൽ അത്തരം സന്ദർശനങ്ങളും അതിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. ദുഃഖവെള്ളി, ഈസ്റ്റർ തുടങ്ങിയ ചടങ്ങുകളിലൊക്കെ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചിരുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. ഐസൺ ജോസ് കൂടി ചേരുന്നു. ഐസൺ, ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾക്ക് ഏതാനും ദിവസങ്ങൾ കൂടി എടുക്കും എന്നുള്ള ഒരു അറിയിപ്പ് വരുന്നുണ്ടല്ലോ. എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ തുടങ്ങിയതിനെ സംബന്ധിച്ച് വിവരങ്ങൾ വരുന്നില്ല എങ്കിലും സ്വാഭാവികമായി അത് ഏത് തരത്തിലായിരിക്കും? അത് വത്തിക്കാനിലായിരിക്കുമല്ലോ അന്ത്യകർമ്മങ്ങൾ നടക്കുക. ഇനി തുടർ കർമ്മങ്ങളിലേക്ക് സഭ ഏത് രീതിയിലാണ് അതിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്? ഐസൺ ജോസ്. അന്ത്യകർമ്മങ്ങളുടെ കാര്യത്തിൽ മുതിർന്ന പുരോഹിതന്മാർ അന്തിമ തീരുമാനം അല്പസമയത്തിനകം തന്നെ എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്ത്യകർമ്മങ്ങൾ നടക്കുന്നത് അത് ഈ ചടങ്ങുകൾ അനുസരിച്ച്, കത്തോലിക്ക സഭയുടെ ചടങ്ങുകൾ അനുസരിച്ചായിരിക്കും അന്തിമ ചടങ്ങുകളെല്ലാം തന്നെ നടക്കുക. അത് തീർച്ചയായും നേരത്തെ ജോർജ് കുര്യൻ ഉൾപ്പെടെ വിശദീകരിച്ചതുപോലെ അത് സംബന്ധിച്ച കൂടുതൽ ആലോചനകൾ നടക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് അന്തിമ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഏത് രീതിയിലായിരിക്കും ചടങ്ങുകൾ പുരോഗമിക്കുക, അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ എവിടെയാണ് നടക്കുക എന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇനിയും വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. എങ്കിലും ഇത്തരത്തിലുള്ള ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും അടുത്ത മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന കാര്യങ്ങളിലേക്കെല്ലാം തന്നെ നീങ്ങുക എന്നാണ് പ്രാഥമികമായി നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച വിശദീകരണങ്ങളെല്ലാം തന്നെ ഇനിയും വരേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഒരു കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ കൂടിയായ അദ്ദേഹം വിടവാങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ആ വിട ചൊല്ലൽ എന്ന് പറയുന്നത് തന്നെ ഒരു ആത്മീയ ഇവന്റ് ആണ്, അല്ലെങ്കിൽ ഒരു സംഭവമാണ്. ആ സംഭവത്തെ കൃത്യമായും അത് അതിൻ്റെതായ പരമ്പരാഗതമായ ചടങ്ങുകളുടെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയായിരിക്കും നടക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തുടർന്നും അത് സംബന്ധിച്ച വിവരങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. വത്തിക്കാനിൽ നിന്നും അത് സംബന്ധിച്ച വിവരങ്ങൾ വരേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് വൈകാതെ തന്നെ നമുക്ക് ഏകദേശ രൂപം, അതായത് 1-2 മണിക്കൂറിനുള്ളിൽ എന്ന് അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുമെന്ന ഒരു പ്രാഥമികമായ ഒരു ദിവസം നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2013 മുതൽ 2013 മാർച്ച് 13-നാണ് അദ്ദേഹം മാർപ്പാപ്പയായി അധികാരമേൽക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാണ് അദ്ദേഹം, അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള മാർപ്പാപ്പയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പൗരോഹിത്യം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ജെസ്യൂട്ട് സഭയിൽ തുടർ വിദ്യാഭ്യാസം നേടുക, അല്ലെങ്കിൽ പൗരോഹിത്യ വിദ്യാഭ്യാസം നേടുകയും എല്ലാം തന്നെ ചെയ്യുക. അതിനുശേഷമാണ് പൗരോഹിത്യ വിദ്യാഭ്യാസം നേടുകയെല്ലാം ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിൽ മാർപ്പാപ്പയാകുന്ന അവസാനമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ മാർപ്പാപ്പയാകുന്ന 10 വർഷം 12 വർഷം മുമ്പ് മാർപ്പാപ്പയാവുകയും ചെയ്യുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ നിലപാടുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുഴുവൻ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. നമുക്കറിയാവുന്നതാണ്, ഗർഭഛിദ്രം ഒരു പാപമാണ് എന്ന് പറയുന്ന അതേ സമയം തന്നെ, ഗർഭഛിദ്രം പാപമാണെന്ന് സഭ വിശ്വസിക്കുന്ന അതേ സമയത്ത് തന്നെ ഗർഭഛിദ്രം നടത്തിയ ആ പാപത്തിന് മാപ്പ് എന്ന നിലപാട്, അതായത് പുരോഹിതന്മാർക്ക് ഗർഭഛിദ്രം നടത്തിയവർ ആത്മീയമായ ശിക്ഷകളിലേക്ക്, നടപടികളുടെ ശിക്ഷകളിലേക്ക് അവരെ കൊണ്ടുപോകരുത് എന്ന് കൃത്യമായി പറയുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായി. കുട്ടികളെ ഉപദ്രവിക്കുന്ന, കുട്ടികളെ ബലാത്സംഗം ചെയ്യുകയൊക്കെ ചെയ്യുന്നവരെ കൃത്യമായും അവരെ ശിക്ഷിക്കണമെന്നൊക്കെ ഉറച്ച മനസ്സോടെ പറയാനുള്ള ഒരു മനസാന്നിധ്യമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. അത്തരത്തിൽ നിരവധിയായ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് നേരിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു മനസാന്നിധ്യം തന്നെ നമുക്ക് മനസാന്നിധ്യത്തോടെയുള്ള ഇടപെടലുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. തീർച്ചയായും അത്തരത്തിൽ ഇടപെടലുകൾ, കൃത്യമായ ഇടപെടലുകൾ നടത്തുക, ആ ഇടപെടലുകൾ നടത്തുന്നതിന്റെ കൃത്യമായ ഇടപെടലുകളുടെ പശ്ചാത്തലത്തിൽ ആ ഒരു സമൂഹത്തെ നേർവഴിക്ക് നയിക്കുക എന്ന ഉറച്ച മനസ്സോടെയുള്ള തീരുമാനങ്ങളെ കൃത്യമായി നമുക്ക് അദ്ദേഹത്തിന്റെ ഓരോ നിലപാടുകളിലും കാണാൻ സാധിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ അറിയാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ ഉറച്ച നിലപാടുകൾ തന്നെയായിരുന്നു. മനുഷ്യനീതി, മനുഷ്യന് വേണ്ടിയുള്ള മനുഷ്യനീതിക്ക് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തിത്വമായിരുന്നു, മഹാവ്യക്തിത്വമായിരുന്നു അദ്ദേഹം. മനുഷ്യന്റെ നീതി എവിടെ നിഷേധിക്കപ്പെടുന്നുവോ അവിടെയാണ് അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഉറച്ച നിലപാടുകളായി വന്നിരുന്നത്. തുടരുക.